കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളൊരു കണക്കുണ്ട്, ഇന്നും ഇന്നലെയായിട്ട് വന്നിട്ടുള്ളൊരു കണക്ക്. അത് നമ്മുടെ അസോസിയേഷൻ ഓഫ് ദ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന സംഘടന കൊണ്ടുവന്നുള്ള കണക്ക്. എന്താ കണക്ക് പറയുന്നതെന്നറിയോ? പെഹൽഗാം അറ്റാക്കിന് ശേഷം ഇന്ത്യയിൽ 184 ഹെയ്റ്റ് ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ ഭൂരിപക്ഷവും മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണമാണ്, കാശ്മീരികൾക്കെതിരായിട്ടുള്ള ആക്രമണമാണ്. ഏറ്റവും കൂടുതൽ എവിടെയാണ് നടന്നതെന്ന് അറിയാം? അത് ഉത്തർപ്രദേശിലാണ് നടന്നത്. ഇന്ത്യയിലെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വെറുപ്പും വിദ്വേഷവും ആളിപ്പടരുന്നത്, ആളിക്കത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ത് നടപടിയാണ് ഈ രാജ്യത്തുണ്ടായിട്ടുള്ളത്? അതിൻ്റെ തുടർച്ചയിലാണ് നമ്മൾ ഇപ്പോൾ കേണൽ സോഫിയ ഖുറേഷിക്കെതിരായിട്ട് നടക്കുന്ന ഈ വിദ്വേഷ പ്രചരണത്തെ നമ്മൾ കാണേണ്ടത്. ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതക്കെതിരായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് BJPയുടെ ഒരു മന്ത്രി, മധ്യപ്രദേശിലെ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ ജയിലിൻ്റെ അകത്തായിരിക്കണമായിരുന്നു. അദ്ദേഹം ആ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ പുറത്താക്കാൻ എന്ത് ആലോചനയാണ് നടത്തേണ്ടത്? 2 തവണ ആലോചിക്കാൻ സമയമെടുക്കാതെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിട്ട് രാജ്യം സോണിയ ഖുറേഷിയുടെ കൂടെയാണ് എന്ന് പ്രഖ്യാപിക്കാനുള്ള ധൈര്യം ഈ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം കാണിച്ചിട്ടില്ല എന്നുള്ളത് വേദനയോടുകൂടിയിട്ടാണ് ഈ രാജ്യം കണ്ടിട്ടുള്ളത്.